ഹലോ ഫ്രണ്ട്സ്, നമുക്ക് CSEB എക്സാമിൻ്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 1971/18 സബ്ജക്റ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഈസ് ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ ഇന്ത്യ? ആൻസർ: ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. 1905 രജിസ്റ്റർ ചെയ്തിട്ടുള്ള ട്രിപ്ലിക്കൻ അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓക്കെ, അണ്ടർ ക്രോപ്പ് ലോൺ സിസ്റ്റം ദ സ്കെയിൽ ഓഫ് ഫിനാൻസ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ? ആൻസർ: ടെക്നിക്കൽ കമ്മിറ്റി. ക്രോപ്പ് ലോൺ സിസ്റ്റത്തിൽ സ്കെയിൽ ഓഫ് ഫിനാൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് PCRDB is confined to? ആൻസർ: 1 താലൂക്ക്. PCRDBയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു താലൂക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ: പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് ക്രിയേറ്റഡ് ബൈ ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആൻസർ: മാർക്കറ്റിംഗ് സൊസൈറ്റീസ്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: കേര ജാം ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്? ആൻസർ: മാർക്കറ്റ് ഫെഡ്. കേര ജാം എന്നത് മാർക്കറ്റ് ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ്. ദ ബുക്ക് ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഈസ് റിട്ടൺ ബൈ? ആൻസർ: എച്ച് കാൽവേർട്ട്. ദ ലോ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ എന്ന ബുക്ക് എഴുതിയത് എച്ച് കാൽവേർട്ടാണ്. ദ ഫോക്ക് ഹൈസ്കൂൾ വാസ് ഒറിജിനേറ്റഡ് ഇൻ? ആൻസർ: ഡെൻമാർക്ക്. ഫോക്ക് ഹൈസ്കൂൾ, ഡെൻമാർക്ക്. CHF in Canada is related to dash societies. ആൻസർ: ഹൗസിംഗ്. CHF in Canada എന്നത് ഒരു ഹൗസിംഗ് സൊസൈറ്റിയാണ്. ദ നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് വാസ് സെറ്റപ്പ് വിത്ത്? ആൻസർ: നബാർഡ്. നാഷണൽ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് വാസ് സെറ്റപ്പ് വിത്ത് നബാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ: എയ്ത്ത് കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് വാസ് ഹെൽഡ് അറ്റ്? ആൻസർ: കണ്ണൂർ. ഫസ്റ്റ് കോപ്പറേറ്റീവ് കോൺഗ്രസ് നടന്നത് കോട്ടയത്താണ്. എറണാകുളത്ത് 2nd and 6th കോപ്പറേറ്റീവ് കോൺഗ്രസ് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു. 7th കോപ്പറേറ്റീവ് കോൺഗ്രസ് തൃശ്ശൂരിലായിരുന്നു. അപ്പോൾ ചോദ്യം 8th കേരള കോപ്പറേറ്റീവ് കോൺഗ്രസ് എവിടെയാണെന്നാണ്. ആൻസർ വരുന്നത് കണ്ണൂർ. അടുത്ത ക്വസ്റ്റ്യൻ: റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്നത് ഏത് ടൈപ്പ് അക്കൗണ്ട് എന്നാണ് ചോദ്യം. ആൻസർ: റിയൽ അക്കൗണ്ട്. ഡാഷ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വേസ്റ്റിംഗ് അസറ്റ്. ആൻസർ: ഓയിൽ വെൽസ്. എ ബിൽ ബിഫോർ acceptance is called? ആൻസർ: ഡ്രാഫ്റ്റ്. Outflow of money is a expense. Outflow of money is a expense. ഒരു ബിസിനസ്സിൽ നിന്ന് പണം പുറത്തോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? എക്സ്പെൻസ് ഉണ്ടാവുന്നത്. അതാണ് ഔട്ട്ഫ്ലോ ഓഫ് മണി എന്ന് പറയുന്നതൊരു എക്സ്പെൻസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ഡിപ്രീസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ? ആൻസർ: ബുക്ക് വാല്യൂ. നമുക്കറിയാം ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിൽ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബുക്ക് വാല്യൂ വെച്ചിട്ടാണ്. എന്നാൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡാണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ഒറിജിനൽ കോസ്റ്റ്. അതെ, ഒറിജിനൽ കോസ്റ്റിലാണ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡിലാണെങ്കിൽ ബുക്ക് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ: ചേഞ്ച് ഇൻ ദ വാല്യൂ ഓഫ് കറണ്ട് അസറ്റ് ഈസ്? ആൻസർ: ഫ്ലക്ച്വേഷൻ. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് എ പാർട്ട് ഓഫ് ഓവർഹെഡ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഈസ് എ പാർട്ട് ഓഫ് ഓവർഹെഡ്. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻസ്: ക്യാഷ്, ഫർണിച്ചർ, ബിൽഡിംഗ്, മെഷീനറി. ഓക്കെ, ഇതിൽ ക്യാഷാണ് ആൻസർ വരുന്നത്. ബിക്കോസ് ക്യാഷ് എന്നതൊരു കറണ്ട് അസറ്റാണ്.
ബാക്കിയെല്ലാം ഫിക്സ്ഡ് അസറ്റാണ്. Receipt and pay disbursement statement of a cooperative society is prepared from answer general ledger. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ റെസീറ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ജനറൽ ലെഡ്ജറിൽ നിന്നാണ്. അടുത്തത് കമ്പ്യൂട്ടേഴ്സ് പർച്ചേസ്ഡ് ഫ്രം QRS ഈസ് റെക്കോർഡഡ് ഇൻ ദ ആൻസർ ജേണൽ പ്രോപ്പർ. ഇവിടെ കമ്പനിയുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കൂടാതെ ക്യാഷ് എന്നത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുമില്ല. നമുക്കതൊന്ന് മനസ്സിലാക്കാം. ഇതൊരു ക്രെഡിറ്റ് പർച്ചേസാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് റെക്കോർഡ് ചെയ്യുന്നത് ജേണൽ പ്രോപ്പറിലാണ്. പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPA ഈസ് ആൻസർ റിസ്ക് കോസ്റ്റ്. പ്രൊവിഷൻ മെയ്ഡ് ഫോർ NPA ഈസ് റിസ്ക് കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്? ആൻസർ ഫ്ലൂയിഡ് റിസോഴ്സ് രജിസ്റ്റർ. ഇതൊരു രജിസ്റ്ററാണ്, ബാക്കിയെല്ലാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് എ സേഫ് ഡെപ്പോസിറ്റ് ലോക്കർ ദ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഈസ്? സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ലെസ്സർ ലെസ്സി, അതായത് ബാങ്കർ ലെസ്സറും കസ്റ്റമർ ലെസ്സിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ ലിമിറ്റേഷൻ പീരീഡ് ഫോർ എ മോർട്ട്ഗേജ് ഈസ്? മോർട്ട്ഗേജിൻ്റെ ലിമിറ്റേഷൻ പീരീഡ് എത്രയാണെന്നാണ് ചോദ്യം. 12 വർഷം, 12 years. അടുത്ത ക്വസ്റ്റ്യൻ, സിവിൽ ഡെത്ത് മീൻസ്? ആൻസർ ദ പാർട്ടി ഈസ് ആബ്സെൻറ്റ് കണ്ടിന്യൂസ്ലി ഫോർ 7 years ആൻഡ് വെയർ അബൌട്ട്സ് ആർ നോട്ട് നോൺ. തുടർച്ചയായി 7 വർഷങ്ങളായിട്ട് ഒരു വ്യക്തിയെ കാണാതിരിക്കുകയും ആ വ്യക്തിയുടെ വിവരങ്ങളൊന്നും തന്നെ അറിയാതിരിക്കുകയും ചെയ്യുന്നതിനാണ് സിവിൽ ഡെത്ത് എന്ന് പറയുന്നത്. ബാങ്കിങ് ഈസ് ഡിഫൈൻഡ് ഇൻ ദ? ബാങ്കിങ്ങിനെ കുറിച്ച് ഏത് ആക്ടിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നതാണ് ചോദ്യം. ആൻസർ വരുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. BR ആക്ടിൻ്റെ സെക്ഷൻ 5B സെക്ഷൻ 5B ബാങ്കിങ്ങിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് റെഗുലേറ്റ്സ് ദ മണി സർക്കുലേഷൻ ഇൻ ഇന്ത്യ? നമുക്കറിയാം RBI. ഇന്ത്യയിൽ മണി സർക്കുലേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. എ ചെക്ക് ബെയറിംഗ് എ ഡേറ്റ് later than the date of issue is? Answer post dated check. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് എസെൻഷ്യൽ ഫോർ സ്പെഷ്യൽ ക്രോസിംഗ്? NA ആക്ടിൻ്റെ സെക്ഷൻ 124 സ്പെഷ്യൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത്. സ്പെഷ്യൽ ക്രോസിങ്ങിന് എന്താണ് ഇതിൽ എസെൻഷ്യൽ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ആൻസർ വരുന്നത് നെയിം ഓഫ് ബാങ്കർ. സെക്ഷൻ 124 ഓഫ് NA ആക്ടിലാണ് സ്പെഷ്യൽ ക്രോസിങ്ങിനെ കുറിച്ച് പറയുന്നത്. സ്പെഷ്യൽ ക്രോസിങ്ങിന് നെയിം ഓഫ് എ ബാങ്കർ വളരെ എസെൻഷ്യലാണ്. ഡെപ്പോസിറ്റ് മെയ്ഡ് ബൈ ഫോറിൻ ബാങ്ക്സ് ഇൻ ഇന്ത്യൻ റുപ്പീസ് ഇൻ ഇന്ത്യൻ ബാങ്ക്സ് ആർ കോൾഡ് വോസ്ട്രോ അക്കൗണ്ട്സ്. ഫോറിൻ ബാങ്ക്സ് ഇന്ത്യൻ റുപ്പീസിൽ ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് വോസ്ട്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. Deposit made by foreign banks in Indian rupees in Indian banks are called Vostro accounts. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not coming under annual physical verification of stocks? ഓപ്ഷൻസ് പറയാം. ക്യാഷ്, പ്ലഡ്ജ് ജുവൽസ്, ഫർണിച്ചർ, ലാൻഡ്. ഇവിടെ ആൻസർ വരുന്നത് പ്ലഡ്ജ് ജുവൽസ് ആണ്. ബാക്കിയെല്ലാം തന്നെ ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷനിൽ ഉൾപ്പെടുത്തുന്നതാണ്. എന്നാൽ പ്ലഡ്ജ് ജുവൽസ് എന്നത് ആനുവൽ ഫിസിക്കൽ വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്സിൽ വരുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് കറക്റ്റ് ആൻസർ അണ്ടർ ദ സൊസൈറ്റീസ് ആർ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ്. ആൻസർ ഓൾ ടൈപ്പ് ഓഫ് സൊസൈറ്റീസ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റ്. എല്ലാ ടൈപ്പ് സൊസൈറ്റീസും
അവരുടെ ഫസ്റ്റ് ഇയർ ഓഫ് ഓഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ഓഡിറ്റ് ഫീസ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. In which of the bank did financial fraud around 11,000 crores of rupees occurred recently? Non-trading cooperative institution prepare. Answer: income and expenditure account, balance sheet. Non-trading cooperative institutions income and expenditure account balance sheet ആണ് പ്രിപ്പയർ ചെയ്യുക. After preparation of profit and loss account, there is net loss of rupees 1 lakh. This amount is transferred to answer liability side of balance sheet. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 lakh റുപ്പീസ് നെറ്റ് ലോസ് ഉണ്ടായി. ഈ എമൗണ്ട് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ് ചോദ്യം. ആൻസർ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. The authority to appoint auditor for the audit of a cooperative society is answer Director of Cooperative Audit. The trading account is prepared to ascertain gross profit. Trading account prepare ചെയ്യുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അസർട്ടൈൻ ചെയ്യാനാണ്. The summary of defect is prepared in dash parts. Answer 2 parts. Cooperative audit is financial as well as answer administrative audit. Cooperative audit എന്നത് ഫിനാൻഷ്യൽ ഓഡിറ്റുമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റുമാണ്. The value remaining after the working life of an asset is the value remaining after the working life of an asset is answer breakup value. ബ്രേക്കപ്പ് വാല്യൂവിൻ്റെ മറ്റൊരു പേരാണ് സാൽവേജ് വാല്യൂ. To whom an appeal shall lie against an order made by registrar under section 71 directing the winding up of a society. അതായത് സെക്ഷൻ 71 പ്രകാരം രജിസ്ട്രാർ വൈൻഡിങ് അപ്പിന് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ പോകേണ്ടത് എവിടേക്കാണ് എന്നാണ് ചോദ്യം. ആൻസർ ട്രിബ്യൂണൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കേരള ഈസ് എ ആൻസർ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. Any dispute relating to the election to the Circle Cooperative Union shall be referred to the answer Cooperative Arbitration Court. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു ഡിസ്പ്യൂട്ടും നമ്മൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിലാണ് ഫയൽ ചെയ്യേണ്ടത്. ആസ് പെർ റൂൾ ഡാഷ് ഓഫ് ദ KCS Act, registrar have power to rescind any resolution of any meeting of any society or the committee of any society if it ultraviates of the object of the society or against the provision of the Act, rules or bylaws. Rule 176. Registrar power to resign resolution പറയുന്ന റൂൾ 176 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പവർ ടു മേക്ക് റൂൾ by government is specified in section dash of KCS Act 1969. Answer 109. KCS ആക്ടിൻ്റെ ഏത് റൂളിലാണ് പവർ ടു മേക്ക് റൂൾ ബൈ ഗവൺമെൻറ് എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ എന്ത് 109. അടുത്ത ക്വസ്റ്റ്യൻ, കിങ്സ്റ്റൺ കോട്ടൺ മിൽ കേസ് ഈസ് റിലേറ്റഡ് വിത്ത് ആൻസർ ഓഡിറ്റേഴ്സ് ഡ്യൂട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, ബൈ നോട്ട് പ്രൊവൈഡിങ് എനി ഡിപ്രീസിയേഷൻ ഓർ പ്രൊവൈഡിങ് ലെസ് ഡിപ്രീസിയേഷൻ ഓർ പ്രൊവൈഡിങ് മോർ ഡിപ്രീസിയേഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ആൻസർ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. Cooperative societies which are not coming under the purview of BR Act shall maintain fluid resources as per
dash of KCS Act. Answer, Rule 63. Cooperative societies which are not coming under the purview of BR Act shall maintain fluid resources as per Rule 63 of KCS Act. Which section of KCS Act empowers the registrar to issue direction to the committee of the society to suspend its officers? ഓഫീസേഴ്സിൻ്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 66B ആണ്. As per section dash of KCS Act, government appoint a vigilance officer. KCS ആക്ടിൻ്റെ ഏത് സെക്ഷൻ പ്രകാരമാണ് വിജിലൻസ് ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? സെക്ഷൻ 68A. Who shall constitute cooperative arbitration courts in Kerala? Answer, state government. The liquidator shall complete the liquidation proceedings within a period of dash years from the date of appointment. Answer, നിലവിൽ 2 ആണ് വരുന്നത്. പുതിയ ലേറ്റസ്റ്റ് അമെൻമെൻറ്റിന് ശേഷം ഇപ്പോൾ നിലവിൽ ലിക്വിഡേഷൻ പ്രൊസീഡിങ്സ് ലിക്വിഡേറ്റർ വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെബിറ്റ് നോട്ടീസ് പ്രിപ്പയർഡ് ഇൻ കണക്ഷൻ വിത്ത് റിട്ടേൺ ഔട്ട്വേർഡ്സ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ഇൻ ദ ഡാഷ് അക്കൗണ്ട്. ആൻസർ, ക്യാപിറ്റൽ അക്കൗണ്ട്. Normally, dash does not appear in the trial balance. Answer, closing stock. Undistributed profit is a liability. ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാത്ത പ്രോഫിറ്റ് എന്നതൊരു ലയബിലിറ്റിയാണ്. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ലയബിലിറ്റി. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഈസ് ലയബിലിറ്റി. Dash is the difference between sales and cost of goods sold. സെയിൽസും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട് ഇൻഡിക്കേറ്റ്സ്. ബാങ്ക് അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. ആൻസർ, എമൗണ്ട് പേയബിൾ ടു ദ ബാങ്ക്. കറണ്ട് റേഷ്യോ ഷോസ് ദ ഡാഷ് ഓഫ് എ ബിസിനസ് കൺസേൺ. Answer, liquidity position. Current ratio shows the liquidity position of a business concern. One-sided errors are rectified with the help of. Answer, suspense account. Sales day book is used for recording credit sales. The cost of contacting a new customer is dash serving an existing customer. Answer, much higher than. That is, the cost of contacting a new customer is much higher than serving an existing customer. Credit Information Act was passed in. Credit Information Act പാസ് ചെയ്തത് മെയ് 2005 അടുത്ത ക്വസ്റ്റ്യൻ, എ ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഇൻഡിവിജ്വൽസ്. JLGയിൽ എത്ര ഇൻഡിവിജ്വൽസാണ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. 4 മുതൽ 10 വരെ ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഒരു ജോയിൻറ്റ് ലയബിലിറ്റി ഗ്രൂപ്പിൽ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻകോർപ്പറേഷൻ, റെഗുലേഷൻ ആൻഡ് വൈൻഡിങ് അപ്പ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ ഗവേൺഡ് ബൈ. ആൻസർ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ഇൻകോർപ്പറേഷനും റെഗുലേഷൻ ആൻഡ് വൈൻഡിങ് അപ്പിനെല്ലാം ഗവേൺ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരിക്കും. KYC പോളിസി കൺസിസ്റ്റ് ഓഫ് കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ, മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് ആൻസർ, റിസ്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ KYC പോളിസി എന്നാൽ എന്താണ്? കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ ആൻഡ് മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വിൽ സെറ്റിൽ ദ ഗ്രീവൻസസ് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് ദ ബാങ്ക്സ്. ബാങ്കിലെ കസ്റ്റമേഴ്സിൻ്റെ ഗ്രീവൻസസ് സെറ്റിൽ ചെയ്യുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ആൻസർ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ.
Dash operation referred to buying and selling of eligible securities by the central bank in money and capital market. Answer: open market. Open market operation. അതായത് സെൻട്രൽ ബാങ്ക് ക്യാപിറ്റൽ ആൻഡ് മണി മാർക്കറ്റിൽ എലിജിബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യുന്ന പ്രവൃത്തിയെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് എക്കണോമിക് ഡിഫ്ലേഷൻ ബാങ്ക് റേറ്റ് വിൽ ബി ആൻസർ ലോവേർഡ്. അതായത് എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ബാങ്ക് റേറ്റ് കൂട്ടുകയും ഡിഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ ബാങ്ക് റേറ്റ് കുറയ്ക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, സെക്ഷൻ 15 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് ഡീൽസ് വിത്ത് ആൻസർ എൻഡോഴ്സ്മെൻറ്റ്. The headquarters of a World Bank is at Washington, D.C. Secondary objective of audit. Answer: all of these are വരുന്നത്. അതായത് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ്, പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സ്, ഡിറ്റക്ഷൻ ഓഫ് ഫ്രോഡ്സ്, ഇതെല്ലാം എന്താണ് ഓഡിറ്റിൻ്റെ സെക്കൻഡറി ഒബ്ജക്റ്റീവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേർ എ ട്രാൻസാക്ഷൻ ഹാസ് നോട്ട് ബീൻ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് either wholly or partially, such errors are known as answer errors of omission. അതായത് നമ്മുടെ ബുക്ക് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ട്രാൻസാക്ഷൻ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ റെക്കോർഡ് ചെയ്യാതെ വിട്ടുപോകുന്നതിനെയാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബിൽസ് റിസീവബിൾസ് ആർ കണക്റ്റഡ് വിത്ത് ആൻസർ കറണ്ട് അസറ്റ്. ബിൽസ് റിസീവബിൾ എന്നതൊരു കറണ്ട് അസറ്റാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൊവൈഡിങ് ഡിപ്രീസിയേഷൻ. ആൻസർ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ്. ബാക്കിയെല്ലാം ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളാണ്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നത് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡല്ല. താങ്ക് യു.